സത്യശീലനോ? ഞാൻ അറിഞ്ഞു. മെയ് 18-ാം തീയതി അല്ലേ? ഏതമ്പലത്തിൽ വെച്ചിട്ടാ? ഇനി എന്റെ കല്യാണം. അത് പറയാൻ വേറെ വരും. ഈ ചിഹ്നം കണ്ടു ചേട്ടന് മനസ്സിലായില്ലേ? ഞങ്ങള് ഇലക്ഷന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതല്ലടോ, ഈ കാലായ ഏത് പരിപാടിക്ക് പോകുമ്പോഴും നിങ്ങൾ ഇതൊന്നും ഊരാറില്ലല്ലോ. ചേച്ചി ഒന്നില്ലേടാ? ഇല്ലടോ. അപ്പൊ സുധേട്ടാ, ചേച്ചിയും ചേട്ടനും ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യൂന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഇത്തവണ അത് പോരാ. എന്നാ മാറ്റി ചെയ്യാം. മാറ്റി ചെയ്യാനെന്നല്ല പറയുന്നത്, നമുക്ക് ഭൂരിപക്ഷം കൂട്ടണ്ടേ. അതിനിപ്പോ ഞാൻ അവള് മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം? അത് ശരിയാ. ചേട്ടനും ചേച്ചിയും മാറി മാറി വോട്ട് ചെയ്താ നമ്മളെങ്ങനെ ജയിക്കും? ചേട്ടാ, ചേട്ടന്റെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് പോലെയാണ്. ചേട്ടന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളെ പോലെയാണ്. ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ. ചേട്ടന്റെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞങ്ങളുടെ കൂടി പ്രശ്നങ്ങളാണ്. അങ്ങനെ ഇപ്പൊ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലടോ. ഒരു വാദത്തിന്റെ ഒരു ചെറിയ ലക്ഷണമാണ് തോന്നുന്നു, കാലിനൊരു തരിപ്പൊക്കെ. വാദമല്ല, നിസ്സാരം ഒരു ക്യാൻസർ ആയിരുന്നാ പോലും ഞങ്ങളുണ്ട് കേട്ടാ കൂടെ. ഇത്തവണ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. നിങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ നിങ്ങളുടെ നേതാവിനോട് പറഞ്ഞാൽ പോരാ, അയാൾ സഹായിച്ചു തരില്ലേ? എന്റെ ചേട്ടാ, നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് നമ്മോടൊപ്പം നിൽക്കുന്ന, നമ്മളറിയുന്ന നമ്മുടെ പൊന്നോമനപ്പെട്ട സ്ഥാനാർത്ഥി. ഇതൊക്കെ തന്നെയാണോ മറ്റു പാർട്ടിക്കാരും വന്ന് പറയണത്? ഞങ്ങൾ അറിയുന്ന ഞങ്ങളുടെ നാട്ടുകാരനായ ഞങ്ങളിൽ ഒരാളെന്ന്. അതിലൊന്നും വലിയ കാര്യമില്ല. അല്ല സുധേട്ടാ, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും നാട്ടുകാരറിയണ്ടേ, നാടറിയണ്ടേ? അതിനല്ലേ ബാലറ്റ് പേപ്പറിലെ പേരും ചിഹ്നമൊക്കെ ഉള്ളത്. അത് പോരാ. ഈ ഐശ്വര്യമുള്ള ചേട്ടന്റെ വീടിന്റെ ആ മതിലുണ്ടല്ലോ, അതിലാകെ പായൽ പിടിച്ച് കിടക്കുകയാണ്. ഒരു കൊല്ലായി. അത് നമുക്ക് ഒന്ന് ചുരണ്ടി മാറ്റിയിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നം അങ്ങ് എഴുതാന്ന് വിചാരിക്കുക. ചേട്ടാ, അതിന് സമ്മതം തന്നാൽ മതി. എന്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അവിടെ എഴുതി വെച്ചിട്ട് കണ്ടില്ലേ, പരസ്യം പതിക്കരുതെന്ന്? അതിന് സാരമല്ല കേട്ടാ. പരസ്യം പതിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുള്ള എത്രയോ മതിലുകളിൽ പട്ടി കൊണ്ട് സൂക്ഷിക്കാന്ന് എഴുതി വെച്ചിട്ടില്ലേ? എടോ, അതൊക്കെ ആ വീട്ടുകാരുടെ സൗകര്യമാണ്. അതിന് നിങ്ങൾക്ക് എന്താ കാര്യം? ചേട്ടാ, ചേട്ടന്റെ ഈ മതിലുണ്ടല്ലോ, അത് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിമാന പ്രശ്നമാണ്. നിങ്ങളുടെ അഭിമാന പ്രശ്നം എൻ്റെ മതിലാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഈ നേതാവ് ഒരു സ്ത്രീ പീഡന കേസിൽ പെട്ടപ്പോ അതിന്റെ പരസ്യം എല്ലാ മതിലും എഴുതി വെച്ചിരുന്നില്ലേ? ആ പരസ്യം പോരെ? അയ്യോ, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചേട്ടാ. അന്ന് ഞങ്ങൾ ആക്ഷേപിച്ച ആളുകളെല്ലാം ഇപ്പൊ ഞങ്ങളുടെ കൂടെയാണ്. ഇതാ നിൽക്കുന്നത് കണ്ടില്ലേ? ഇവരൊക്കെ അന്ന് ആക്ഷേപിച്ച ആളുകളാ. ചേട്ടാ, എങ്ങാനും വോട്ട് കുറഞ്ഞു പോയാൽ അത് പ്രചരണത്തിന്റെ കുറവാണെന്ന് പറയും. പാർട്ടിയിൽ എന്റെ ഇമേജ് പോകും. അതെ, അങ്ങനെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നൊന്നും എന്റെ മതിലൊട്ടിച്ചിട്ട് ഇമേജ് ഉണ്ടാക്കണ്ട ചേട്ടാ. അതിനൊരു പ്രശ്നമല്ല. ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം വിജയിച്ചിട്ട് ഞങ്ങൾ ചെണ്ടമേളത്തോടു കൂടി വന്നിട്ട് ചേട്ടന്റെ വീടിന്റെ മതിലിന്റെ പെയിന്റ് അടിച്ചു തരും. നിങ്ങൾ ജയിച്ചില്ലെങ്കിലോ? ജയിച്ചില്ലെങ്കിലും പെയിന്റ് അടിച്ചു തരും. ചെണ്ട ഉണ്ടാവില്ല. നിങ്ങൾ ജയിച്ചു പോയാൽ തന്നെ പറഞ്ഞ വാക്ക് പാലിക്കാത്തവരാ. ഇനി തോറ്റു കഴിഞ്ഞാൽ ചെയ്യാൻ പോകണം. അത് നടക്കില്ലേ? ചേട്ടന്റെ ഈ മതിൽ ചോര എഴുതാൻ തന്നില്ലെങ്കിൽ ചൈനയിൽ പോയിട്ട് വൻമതിൽ ചോര എഴുതാനുള്ള ശക്തി ഞങ്ങളുടെ പാർട്ടിക്കുണ്ട്. എന്നാ എല്ലാരും കൂടി ചൈനയ്ക്ക് വിട്ടോ. പറയട്ടെ, ഇന്നലെ കൂടെ ഞങ്ങൾ പാർട്ടി മീറ്റിംഗ് കൂടിയപ്പോ ചേട്ടന്റെ വീടിന്റെ കാര്യം ഞങ്ങൾ പ്രത്യേകം ഡിസ്കസ് ചെയ്തു. അത് പ്രത്യേക അജണ്ടയായിരുന്നു. അതെപ്പോഴും ഞാൻ ഇല്ലാതെ നീ ഉണ്ടായിരുന്നു. അതല്ലേ എന്റെ വീടിന് ഇപ്പൊ എന്താ കുഴപ്പം? എന്താ വീടിന് കുഴപ്പമെന്നോ? ചേട്ടാ, ചേച്ചി ഓഫീസിൽ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. എന്താ വരാത്തത്? എന്താ വരാത്തത്? എന്താ വരാത്തത്? ഞങ്ങളോടാ ചോദിക്കുന്നത് എന്താ വരാത്തത്. ഒരു 3-4 ബസ് മാറി കയറിയിട്ട് വേണം പാവത്തിന് ഇവിടെ എത്താൻ. അപ്പത്തിന് നേരൊക്കെ ഒഴുകും. അയ്യോ, ഇനി രാത്രി ആവുമല്ലേ? പിന്നെ രാത്രി ആവൂലേ? ചേട്ടാ, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചാൽ ആ സ്വാധീനം ഉപയോഗിച്ച് നമുക്ക് ചേച്ചിയെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഓഫീസിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിക്കാം. മതിൽ തന്ന വീടിനടുത്ത്, അല്ലെങ്കിൽ കേരളത്തിന്റെ വടക്കേ അറ്റത്ത്, ഏത് വേണം ചേട്ടൻ തീരുമാനിച്ചോ. ഏത് വേണമെന്ന് പെട്ടെന്ന് തീരുമാനിക്കണം. ഞങ്ങൾക്ക് വേറെ ജോലിയുള്ളതാണ്. എന്റെ പൊന്നു ചേട്ടാ, ഓരോ വാർഡിലെയും ഓരോ കുടുംബത്തിന്റെയും നീറുന്ന പ്രശ്നങ്ങൾ അത് സ്ഥാനാർത്ഥിയെ അറിയിക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും വേണ്ടി പാർട്ടി പ്രത്യേകം തീരുമാനമെടുത്തിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ സ്പന്ദനം അറിയുന്ന പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന കരങ്ങൾക്ക് ശക്തി പകരുവാൻ, നമ്മുടെ ചിഹ്നം കഴുതയാണെന്ന് അറിയിക്കുവാൻ, ആ ശബ്ദം കേന്ദ്രത്തിൽ കേൾപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും മറ്റേ പാർട്ടിക്കാർ അറിയരുത്. അതെന്താ? അറിഞ്ഞാൽ എന്താ? അറിയരുത്. അതിൽ വേറെ പോയിന്റ് ഉണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം സ്ഥലം മാറ്റം. എന്ത് പറയുന്നു? ഉറപ്പാണോ? ഉറപ്പ്. എന്നാ പിന്നെ നിങ്ങൾ ഒട്ടിച്ചോ. നാട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ ചിഹ്നം കഴുത. അതെന്താ അവരറിഞ്ഞാൽ? നടക്കട കഴുതേ.